ഹായ് ഫ്രണ്ട്സ്, രാവിലെ ഇത് കണ്ടോ, കൂണാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കൂണ് മുളച്ച് മുറ്റത്ത് നിൽക്കുന്നു. പെട്ടെന്ന് മക്കളെ വിളിച്ചൊരു പാത്രം എടുപ്പിച്ച് ഞാൻ അത് പറിക്കുകയാണ്. നോക്കിയപ്പോൾ കാലെടുത്ത് വെക്കാൻ ഭയമായിരുന്നു. കാലിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ കൂണുണ്ട്, പൊട്ടുന്ന സൗണ്ടൊക്കെ കേട്ടു. നിൽക്കുന്നത് ഒരുപാട് കൂണു പേടിച്ചാണ് കാല് വെക്കുന്നത്. കാലിൻ്റെ അടിയിൽ, ചെരുപ്പിനടിയിൽ നമ്മൾ ചവിട്ടിയത് ചതഞ്ഞു പോകും. കൂണ് നമുക്ക് അപൂർവമായി കിട്ടുന്ന ഒന്നാണ്. എന്നാലും ദൈവത്തിന് നന്ദി പറയുന്നു. ഇങ്ങനെയുള്ള എന്താ പറഞ്ഞത്, കൂണെന്നൊക്കെ പറഞ്ഞ അപൂർവമായ സംഭവങ്ങളിലൊന്നാണ്. അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യം തന്നെയാണ്. കാരണം നാച്ചുറലായിട്ടുള്ള സംഭവമാണ് കൂണ്. നമ്മുടെ ആരോഗ്യത്തിന് നല്ല സ്വാദാണ്. നല്ല കണ്ണിൽ കണ്ട കൂണൊക്കെ പറിച്ച് ചെന്നപ്പോൾ ഉണ്ടോ, അതാ കൈതമുള്ളിൻ്റെ ഇടയിലും ചെടിയുടെ ഇടയിലും ഇതാ കണ്ടില്ലേ കരിയിലെയൊക്കെ ഇങ്ങനെ വകന്ന് മാറ്റിയപ്പോൾ ഇങ്ങനെ നമുക്കങ്ങ് ദേഹം പെരുക്കും. അവസാനിച്ചിട്ടില്ല, പറിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങ് കാണുന്നിടത്ത് പിന്നെ എല്ലാം കൂണ് പൊങ്ങി വരുവാണ്. കുറച്ച് സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് മുളച്ചതേ ഉള്ളൂ. അത് വെയിറ്റിംഗ് നിർത്തിയിരിക്കുകയാണ് പൊങ്ങി വരാൻ വേണ്ടി. ഒരെണ്ണം കണ്ട ചെറുമതിലിനോട് ചേർന്ന് ഒറ്റയ്ക്കൊരെണ്ണം നിൽക്കുന്നു. ഇതാ കണ്ടോ ഫ്രണ്ട്സ്, ഒരു ചീനച്ചട്ടി നിറച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടിയും വെള്ളവും ഉപ്പും ഇട്ട് വെച്ചേക്കുകയാണ്. കുറച്ച് നേരം, ഒരു അരമണിക്കൂറെങ്കിലും അതിനകത്ത് ഇത് കിടക്കണം. അങ്ങനെയാണ്. ഓക്കെ, അതിന് ശേഷം പിന്നീട് എടുത്ത് കറി വെക്കുന്നതാണ്. ഇപ്പോൾ പറ്റുന്നില്ല, കുറച്ചുകൂടെ പൊട്ടാനുള്ളൂ, അതുകൂടെ എടുക്കണം. അപ്പോൾ ഇത് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിരിക്കുന്നു. മഞ്ഞൾ വെള്ളത്തിലെ കൂണിനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്തിയിട്ട് പൊട്ടാറായ കൂണിൻ്റെ പുറകെ പോയിരിക്കുകയാണ്. അതേ കണ്ടില്ലേ, പിടിച്ച് നോക്കിയിട്ട് ഒരു അനുഭവം ഇല്ല. സംഭവം ചെറുതാണ്, സോഫ്റ്റാണ്. പക്ഷേ അതിൻ്റെ അടിവേര് നല്ല ബലമുള്ളതാണ്. അത് എടുക്കാൻ ഇച്ചിരി പാടാണ്. ചിലതൊക്കെ പൊങ്ങി വരുന്നുണ്ട്. നോക്കിക്കേ, എന്താ സ്റ്റൈല് കണ്ടോ. അത് പറിക്കുമ്പോഴുള്ള സൗണ്ട് കേട്ടോ, എന്ത് രസമാണ്, പടപടാന്ന്. പണ്ട് പഴമക്കാർ പറയുമായിരുന്നു, വൃത്തിയുള്ള സ്ഥലങ്ങളിലും സത്യമുള്ളിടത്തുമാണ് കൂണ് ഉണ്ടാകുകയെന്ന്. ഓക്കെ, ഞാൻ ഒരുപാട് കൂണ് കഴിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ കൂണുണ്ടാകുമായിരുന്നു. ചെറിയ പ്രായം മുതലേ ഞാൻ കൂണ് കഴിച്ചിട്ടുണ്ട്. അരിക്കൂണല്ല, ഇതുപോലുള്ള വലിയ പാലപ്പത്തിൻ്റെ വലിപ്പത്തിലുള്ള കൂണ് 7 ദിവസം വരെ നിൽക്കുന്ന കൂൺ എൻ്റെ വീട്ടിലുണ്ടാകുമായിരുന്നു. പക്ഷേ അന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ ഫോണുകളോ ഒന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്നൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ലോക റെക്കോർഡായിരുന്നു. എൻ്റെയൊക്കെ വീട്ടിലെ കൂണ് ഗിന്നസ് ബുക്കിൽ കയറിയണം, അത്രയ്ക്കാണ്. കാരണം ഒരു പാലപ്പം എത്രയുണ്ടോ അത്രയും വലിപ്പത്തിൽ 7 ദിവസം, ഓരോ ദിവസം ഓരോ എതിൽ വെച്ച് വിരിയുന്ന അപൂർവമായ കൂണ് എൻ്റെ വീട്ടിലുണ്ടാകുമായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് പേര് കൂണ് കാണാനൊക്കെ വീട്ടിൽ വരുമായിരുന്നു. ദേ, ഞാൻ വൃത്തിയാക്കിയ കൂണ് ഒരു പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ എൻ്റെ ചീനച്ചട്ടിക്കകത്ത് കടുക് വറുത്ത് മഞ്ഞളും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് ഞാൻ വേകാനായിട്ട് വെക്കുകയാണ്. പിന്നെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും കാണുക, ഇതുപോലുള്ള അപൂർവമായ സംഭവങ്ങളുമായി ഞാൻ വരുന്നതാണ്. ഓക്കെ. എൻ്റെ മക്കളൊക്കെ ചോറിനാൻ വന്നു, അപ്പം ഞാൻ ചോറ് കൊടുക്കട്ടെ. ഓക്കെ, അപ്പം ഞങ്ങൾ 3 കിട്ടി ഉണ്ടിട്ട് വരാം. ഓക്കെ, താങ്ക് യു.